ഇന്ത്യയിൽ നിന്നും നിരവധി വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടി പോകുന്നത്. പല വിദ്യാർത്ഥികളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളും വിദേശ രാജ്യങ്ങളിൽ നേരിടുന്നുണ്ട്. എന്നാൽ അവർ അതൊന്നും നമ്മളെ അറിയിക്കുന്നില്ല. കാരണം ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. പഠനത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്തുകൊണ്ട് അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ത്യയിലെ സിസ്റ്റങ്ങളോടുള്ള പ്രശ്നം തന്നെയായിരിക്കാം ഒരുപക്ഷെ ഭൂരിഭാഗം യുവാക്കളെയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളോടെ ലോൺ എടുത്തും കടം മേടിച്ചും തന്നെയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത്. 2 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം 1 വർഷം ചെയ്യുന്ന ജോലിയോടൊപ്പം വീണ്ടും 1 വർഷം കൂടി മുടക്കിയാൽ അവർക്ക് ഒരു രാജ്യത്ത് PR കിട്ടാൻ എളുപ്പമാകും. വിവിധ രാജ്യങ്ങളിൽ PR കിട്ടുന്നതിന്റെ കാലാവധി വ്യത്യസ്തമായിരിക്കാം. എന്നാൽ പോലും PR കിട്ടുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളുടെയും ഒരു പ്രധാന ആവശ്യം തന്നെയാണ്. അതിനുവേണ്ടി വർഷങ്ങളോളം കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളും പല രാജ്യങ്ങളിലുമുണ്ട്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ പോകുന്ന രാജ്യങ്ങൾ കാനഡയും ഇംഗ്ലണ്ടുമാണ്. ഇംഗ്ലണ്ടിൽ PR കിട്ടുന്നതിന് വേണ്ടി വിവിധങ്ങളായ തട്ടിപ്പുകളും ഇപ്പോൾ നടക്കുകയാണ്. ഒരുപക്ഷെ അത് നമുക്ക് അറിയുന്നുണ്ടാവില്ല. കാരണം കഷ്ടപ്പെട്ടു പോയ നമ്മുടെ സുഹൃത്തുക്കൾ ഒരിക്കലും അവരുടെ കഷ്ടപ്പാടുകൾ നമ്മളെ അറിയിക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നാൽ അവിടെ എത്തിപ്പെടുന്ന പല വിദ്യാർത്ഥികളും നേരിടുന്ന വലിയൊരു തട്ടിപ്പ് സംഘടനയാണ് EU സെറ്റിൽമെന്റ് വിസ. തട്ടിപ്പിന്റെ വിധം എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഏത് രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നത്, ആ രാജ്യത്തുള്ള പൗരന്മാരെ നിങ്ങൾ വിവാഹം ചെയ്തു എന്നുള്ളൊരു വ്യാജരേഖ ചമച്ച് ആ വ്യാജരേഖയിലൂടെ നിങ്ങൾക്ക് PR നേടിയെടുക്കാം എന്നുള്ളതാണ്. എന്നാൽ പല രാജ്യങ്ങളിലും ഇത് വലിയ ക്രിമിനൽ കുറ്റമാണ്. വർഷങ്ങളോളം നിങ്ങളെ മോണിറ്റർ ചെയ്തിട്ടായിരിക്കാം അവർ ഇതിനുള്ള തെളിവുകൾ സംഘടിപ്പിച്ച് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. നിരവധി മലയാളി ഗ്രൂപ്പുകളടക്കം ഇത്തരത്തിലുള്ള സംഘടനകളുടെ ഭാഗമാണ്. പല വിദ്യാർത്ഥികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ വരെ അവർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘടനകളുടെ ഇരയായി കഴിഞ്ഞാൽ വലിയ പണനഷ്ടവും ലൈംഗിക ചൂഷണമടക്കമുള്ളവർ നിങ്ങൾ നേരിടേണ്ടി വരും. അവർ കേരളത്തിലുള്ള സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് ഭീഷണികൾ നടത്തും. നിരവധി വിദ്യാർത്ഥികൾ പലപ്പോഴും ഇതിനെതിരെ നിശബ്ദരായി നിന്നു പോവുകയാണ്. കാരണം അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. പാസ്പോർട്ട് അടക്കം പിടിച്ചെടുത്തായിരിക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘടനകൾ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നത്. അതിനാൽ തന്നെ അവർക്ക് ആർക്കും പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘടനകളുടെ ഇരയായി കഴിഞ്ഞാൽ എത്രയും വേഗം അത് മനസ്സിലാക്കി ശാശ്വതമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഏത് രാജ്യത്താണെങ്കിലും സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യയിലാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിരവധി അവസരങ്ങൾ നമ്മുടെ ഗവൺമെന്റ് നൽകുന്നുണ്ട്. അതിനാൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുക.